സംഖ്യാപുസ്തകം 32 അധ്യായം. എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്നു മോശയോടും പുരോഹിതനായ എലയാസറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അദാരോത്ത്, ദീബോൻ, യസേർ, നിമ്ര, ഹെഷ്ബോൻ, എലയാലെ, സെബാം, നെബോ, ബെയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം, ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം. അടിയങ്ങൾക്കോ ആടുമാടുകൾ ഉണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരയണം. ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. മോശ ഗാദ്യരോടും രൂബേന്യരോടും പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കണമോ? യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവർ കടക്കാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്തിന്? ഒറ്റുനോക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കാദേശ് ബർന്നയിലേക്ക് അയച്ചപ്പോൾ ഇവർ ഇങ്ങനെ തന്നെ ചെയ്തു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് ദേശം കണ്ട ശേഷം യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് പോകാതിരിക്കത്തക്കവണ്ണം അവരെ അധൈര്യപ്പെടുത്തി. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അവൻ സത്യം ചെയ്ത് കൽപ്പിച്ചത് കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയീമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സു മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായക കൊണ്ട് തന്നെ. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് തലമുറ എല്ലാം മുടിഞ്ഞു പോകുവോളം അവൻ 40 സംവത്സരം അവരെ മരുഭൂമിയിൽ അലയുമാറാക്കി. എന്നാൽ ഇസ്രായേലിന്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അവനെ വിട്ട് പിന്നോക്കം പോയാൽ അവൻ പിന്നെയും അവരെ മരുഭൂമിയിൽ വിട്ടുകളയും. അങ്ങനെ നിങ്ങൾ ഈ ജനത്തെയെല്ലാം നശിപ്പിക്കും. അപ്പോൾ അവർ അടുത്തു ചെന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. എങ്കിലും ഇസ്രായേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുമ്പായി നടക്കും. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങൾ പാർക്കട്ടെ. ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താന്താന്റെ അവകാശം അടക്കിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി പോരുകയില്ല. യോർദാൻ അക്കരെയും അതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടെ അവകാശം വാങ്ങുകയില്ല. കിഴക്ക് യോർദാൻ ഇക്കരെ ഞങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. അതിന് മോശ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ കാര്യം ചെയ്യുമെങ്കിൽ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധനായി പുറപ്പെട്ട് യഹോവ തന്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ നീക്കിക്കളയുവോളം നിങ്ങളെല്ലാവരും അവന്റെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി യോർദാൻ അക്കരെ കടന്നു പോകുമെങ്കിൽ ദേശം യഹോവയുടെ മുമ്പാകെ കീഴമർന്ന ശേഷം നിങ്ങൾ മടങ്ങിപ്പോരുകയും യഹോവയുടെയും ഇസ്രായേലിന്റെയും മുമ്പാകെ കുറ്റമില്ലാത്തവരായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദേശം യഹോവയുടെ മുമ്പാകെ നിങ്ങളുടെ അവകാശമാകും. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും നിങ്ങളുടെ ആടുകൾക്കായി തൊഴുത്തുകളും പണിത് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളുവിൻ. ഗാദ്യരും രൂബേന്യരും മോശയോട്, യജമാനൻ കൽപ്പിക്കുന്നത് പോലെ അടിയങ്ങൾ ചെയ്തു കൊള്ളാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും ഞങ്ങളുടെ കന്നുകാലികളും മൃഗങ്ങളൊക്കെയും ഗിലെയാദിലെ പട്ടണങ്ങളിൽ ഇരിക്കട്ടെ. അടിയങ്ങളോ യജമാനൻ കൽപ്പിക്കുന്നത് പോലെ എല്ലാവരും യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിന് കടന്നു പോകാം എന്ന് പറഞ്ഞു. ആകയാൽ മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലയാസറിനോടും തന്റെ മകനായ യോശുവയോടും ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനികളോടും കൽപ്പിച്ചതെന്തെന്നാൽ, ഗാദ്യരും രൂബേന്യരും ഓരോരുത്തൻ യുദ്ധസന്നദ്ധനായി യഹോവയുടെ മുമ്പാകെ നിങ്ങളോടുകൂടെ യോർദാൻ അക്കരെ കടന്നു പോരുകയും ദേശം നിങ്ങളുടെ മുമ്പാകെ കീഴടങ്ങുകയും ചെയ്താൽ നിങ്ങൾ അവർക്ക് ഗിലെയാദ് ദേശം അവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളോടുകൂടെ യുദ്ധസന്നദ്ധരായി അക്കരയ്ക്ക് കടക്കാതിരുന്നാൽ
അവരുടെ അവകാശം നിങ്ങളുടെ ഇടയിൽ കനാൻ ദേശത്തു തന്നെ ആയിരിക്കണം. ഗാദ്യരും രൂബേന്യരും അതിന്, യഹോവ അടിയങ്ങളോട് അരുളി ചെയ്തതുപോലെ ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധനായി കനാൻ ദേശത്തേക്ക് കടന്നു പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഗാദ്യർക്കും രൂബേന്യർക്കും യോസേഫിന്റെ മകനായ മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അമോരി രാജാവായ സീഹോന്റെ രാജ്യവും ബാഷാൻ രാജാവായ ഓഗിന്റെ രാജ്യവുമായ ദേശവും അതിൻ്റെ അതിരുകളിൽ ചുറ്റുമുള്ള ദേശത്തിലെ പട്ടണങ്ങളും കൊടുത്തു. അങ്ങനെ ഗാദ്യർ ദീബോൻ, അദാരോത്ത്, അരോയോർ, അത്രോത്ത്, ഷോഫാൻ, യഫേർ, യോഗ്ബെഹ, ബേത് നിമ്ര, ബേത് ഹാരാൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായും ആടുകൾക്ക് തൊഴുത്തുകളായും പണിതു. രൂബേന്യർ ഹെഷ്ബോനും എലയാലയും കിര്യത്തയും പേരുമാറ്റിക്കളഞ്ഞ നെബോ, ബാൽമയോർ എന്നിവയും സുബ്മയും പണിതു. അവർ പണിത പട്ടണങ്ങൾക്ക് പുതിയ പേരിട്ടു. മനശ്ശെയുടെ മകനായ മാഖീരിന്റെ പുത്രന്മാർ ഗിലെയാദിൽ ചെന്ന് അതിനെ അടക്കി. അവിടെ പാർത്തിരുന്ന അമോര്യരെ ഓടിച്ചു കളഞ്ഞു. മോശ ഗിലെയാദ് ദേശം മനശ്ശെയുടെ മകനായ മാഖീരിന് കൊടുത്തു. അവൻ അവിടെ പാർത്തു. മനശ്ശെയുടെ പുത്രനായ യായീർ ചെന്ന് അതിലെ ഊരുകളെ അടക്കി. അവയ്ക്ക് ഹവോത്ത് യായീർ, യായീരിന്റെ ഊരുകൾ എന്ന് പേരിട്ടു. നോബഹ് ചെന്ന് കെനാത്ത് പട്ടണവും അതിൻ്റെ ഗ്രാമങ്ങളും അടക്കി. അതിനു തൻ്റെ പേരിൻ പ്രകാരം നോബഹ് എന്ന് പേരിട്ടു. സംഖ്യാപുസ്തകം 33 അധ്യായം. മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങൾ ആവിത്. മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണ ക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. താവളം താവളമായി അവർ ചെയ്ത പ്രയാണങ്ങൾ ആവിത്. 1-ാം മാസം 15-ാം തീയതി അവർ റമസേസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാ മിസ്രയീമ്യരും കാൺകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ചു കടിഞ്ഞൂരുകളെ എല്ലാം കുഴിച്ചിടുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെ മേലും യഹോവ ന്യായവിധി നടത്തിയിരുന്നു. ഇസ്രായേൽ മക്കൾ റമസേസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമിറങ്ങി. സുക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് മരുഭൂമിയുടെ അറ്റത്തുള്ള ഏതാമിൽ പാളയമിറങ്ങി. ഏതാമിൽ നിന്ന് പുറപ്പെട്ട ബാൽ സെഫോനെതിരെയുള്ള പീഹഹിരോത്തിന് തിരിഞ്ഞു വന്നു. അവർ മിഗ്ദോദില് കിഴക്ക് പാളയമിറങ്ങി. പീഹഹിരോത്തിന് കിഴക്കുനിന്ന് പുറപ്പെട്ട് കടലിന്റെ നടുവിൽ കൂടി മരുഭൂമിയിൽ കിടന്ന് ഏതാ മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്ന് മാറായിൽ പാളയമിറങ്ങി. മാറായിൽ നിന്ന് പുറപ്പെട്ട് ഏലീമിലെത്തി. ഏലീമിൽ 12 നീരുറവയും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ അവിടെ പാളയമിറങ്ങി. ഏലീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമിറങ്ങി. ചെങ്കടലിനരികെ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ദൊഫ്കയിൽ പാളയമിറങ്ങി. ദൊഫ്കയിൽ നിന്ന് പുറപ്പെട്ട് ആലൂഷിൽ പാളയമിറങ്ങി. ആലൂഷിൽ നിന്ന് പുറപ്പെട്ട് രഫീദീമിൽ പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. രഫീദിൽ നിന്ന് പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ പാളയമിറങ്ങി. സീനായി മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കിബ്രോത്ത് ഹത്താവയിൽ പാളയമിറങ്ങി. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് പുറപ്പെട്ട് ഹസേറോത്തിൽ പാളയമിറങ്ങി. ഹസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് റിത്മയിൽ പാളയമിറങ്ങി. റിത്മയിൽ നിന്ന് പുറപ്പെട്ട് റിമ്മോൻ പേരസിൽ പാളയമിറങ്ങി. റിമ്മോൻ പേരസിൽ നിന്ന് പുറപ്പെട്ട് ലിബ്നയിൽ പാളയമിറങ്ങി. ലിബ്നയിൽ നിന്ന് പുറപ്പെട്ട് റിസ്സയിൽ പാളയമിറങ്ങി. റിസ്സയിൽ നിന്ന് പുറപ്പെട്ട് കെഹേലാദാമിൽ പാളയമിറങ്ങി. കെഹേലാദയിൽ നിന്ന് പുറപ്പെട്ട് ഷാഫേർ മലയിൽ പാളയമിറങ്ങി. ഷാഫേർ മലയിൽ നിന്ന് പുറപ്പെട്ട് ഹരാദയിൽ പാളയമിറങ്ങി. ഹരാദയിൽ നിന്ന് പുറപ്പെട്ട് മഹേലോത്തിൽ പാളയമിറങ്ങി. മഹ്ലേലോത്തിന് നിന്ന് പുറപ്പെട്ട് തഹത്തിൽ പാളയമിറങ്ങി. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് താരഹിൽ പാളയമിറങ്ങി. താരഹിൽ നിന്ന് പുറപ്പെട്ട് മിത്കയിൽ പാളയമിറങ്ങി. മിത്കയിൽ നിന്ന് പുറപ്പെട്ട് ഹഷ്മോനയിൽ പാളയമിറങ്ങി. ഹഷ്മോനയിൽ നിന്ന് പുറപ്പെട്ട് മോസെരോത്തിൽ പാളയമിറങ്ങി. മോസെരോത്തിൽ നിന്ന് പുറപ്പെട്ട് ബെനയാക്കാനിൽ പാളയമിറങ്ങി. ബെനയാക്കാനിൽ നിന്ന് പുറപ്പെട്ട്
ഹോർ ഹഗീദ് ഗാദിൽ പാളയമിറങ്ങി. ഹോർ ഹഗീദ് ഗാദിൽ നിന്ന് പുറപ്പെട്ട് യോദ്ബാധയിൽ പാളയമിറങ്ങി. യോദ്ബാധയിൽ നിന്ന് പുറപ്പെട്ട് അബ്രോനയിൽ പാളയമിറങ്ങി. അബ്രോനയിൽ നിന്ന് പുറപ്പെട്ട് യെസ്രോൻ ഗേബേരിൽ പാളയമിറങ്ങി. യെസ്രോൻ ഗേബേരിൽ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. അതാകുന്നു കാദേശ്. അവർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഏദോം ദേശത്തിന്റെ അതിരിങ്കൽ ഹോർ പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. പുരോഹിതനായ അഹരോൻ യഹോവയുടെ കൽപ്പന പ്രകാരം ഹോർ പർവ്വതത്തിൽ കയറി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പോന്നതിന്റെ 40 സംവത്സരം 5 മാസം 1 തീയതി അവിടെ വെച്ച് മരിച്ചു. അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചപ്പോൾ അവന് 123 വയസ്സായിരുന്നു. എന്നാൽ കനാൻ ദേശത്ത് തെക്ക് പാർത്തിരുന്ന കനാന്യനായ അരാദ് രാജാവ് ഇസ്രായേൽ മക്കളുടെ വരവിനെക്കുറിച്ച് കേട്ടു. ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് അവർ പുറപ്പെട്ടു സൽമോനയിൽ പാളയമിറങ്ങി. സൽമോനയിൽ നിന്ന് പുറപ്പെട്ട് പൂനോനിൽ പാളയമിറങ്ങി. പൂനോനിൽ നിന്ന് പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്നും പുറപ്പെട്ട് മോവാബിന്റെ അതിരിങ്കൽ ഈയെ അബാരീമിൽ പാളയമിറങ്ങി. ഈമിൽ നിന്ന് പുറപ്പെട്ട് ദിബോൻ ഗാദിൽ പാളയമിറങ്ങി. ദിബോൻ ഗാദിൽ നിന്ന് പുറപ്പെട്ട് അൽമോദി ബ്ലാദമീമിൽ പാളയമിറങ്ങി. അൽമോദ ബ്ലാദമീമിൽ നിന്ന് പുറപ്പെട്ട് നെബോമിന് കിഴക്ക് അബാരീം പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. അബാരീം പർവ്വതത്തിങ്കൽ നിന്ന് പുറപ്പെട്ട് യെരീഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ ബേത് യെഷീമോത്ത് മുതൽ ആബേൽ ഷിത്തീം വരെ പാളയമിറങ്ങി. യെരീഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ യോർദാൻ അക്കരെ കനാൻ ദേശത്ത് കടന്ന ശേഷം ദേശത്തിലെ സകല നിവാസികളും നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരുടെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം തകർത്ത് അവരുടെ സകല പൂജാഗിരികളെയും നശിപ്പിച്ചു കളയണം. നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ കുടി പാർക്കണം. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ ആ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ കുടുംബമായി ദേശം ചീട്ടിട്ട് അവകാശമാക്കണം. ആളേറെയുള്ളവർക്ക് ഏറെയും കുറെയുള്ളവർക്ക് കുറയും അവകാശം കൊടുക്കണം. അവനവന് ചീട്ട് എവിടെ വീഴുന്നുവോ അവിടെ അവന്റെ അവകാശമായിരിക്കും. പിതൃഗോത്രമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കണം. എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിപ്പുള്ളവർക്ക് നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. അത്രയുമല്ല, ഞാൻ അവരോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങളോടും ചെയ്യും. സങ്കീർത്തനങ്ങൾ 112. യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലു കടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥനയിലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടകു കയറി പോയി.
ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്നവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്നവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്നവനോട് പറഞ്ഞു. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവേ, ഇവന് എന്തു ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ആകയാൽ ആ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശുവോ, അവൻ മരിക്കയില്ല എന്നല്ല, ഞാൻ വരുവോളം അവൻ ഇരിക്കണം എന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് എന്നത്രേ അവനോട് പറഞ്ഞത്. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു. അവൻ്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്തത് മറ്റു പലതും ഉണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു.